ഗുഡ് മോർണിംഗ്. നാട് വിട്ടു പോകാൻ നമുക്കിനി ഒരു 12 മണിക്കൂറേ ഉള്ളൂ. പൊതുവെ ഈ ഒരു ദിവസത്തേക്ക് കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവാറ്. ഒരു 30 വർഷമായിട്ട് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് അച്ഛനാണ് അതുകൊണ്ട് ഇന്നത്തെ മെയിൻ പ്ലാനിങ്ങും പരിപാടിയൊക്കെ. കുറെ കാര്യങ്ങൾ തിന്നു തീർക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രം ഞാൻ വളരെ ക്ലിയർ ആണ്. സോ രാവിലെ തന്നെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ വെറുതെ തിന്നാന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചാമ്പയ്ക്ക ഇതുവരെ കായ ആയിട്ടില്ല കേട്ടോ. അതുപോലെ വാഴയൊക്കെ കൂമ്പായി നിൽക്കുന്നേ ഉള്ളൂ, അങ്ങോട്ട് കൊല വന്നിട്ടില്ല. അതുപോലെ പൈനാപ്പിൾ പൂവാണിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ, അതും നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കി വെച്ചിരുന്ന ഒരു വാഴക്കുല വെട്ടാൻ പറ്റി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഈ കനാലൊക്കെ കയറാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമായിരുന്നു. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്കിനും കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാനാണ്. അപ്പൊ ഈ ക്ഷീണത്തിൽ ഒരു കരിക്കൊക്കെ കുടിച്ച് മീന് തീറ്റ കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. പിന്നെ അച്ഛൻ പുതുതായിട്ടൊരു ആഫ്രിക്കൻ കപ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചുരണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു വേറെ ടൈപ്പ് ഒരു സാധനം കൊള്ളാം. നമുക്കിപ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ കുറച്ച് തുളസിയിലയും കറ്റാർവാഴയും ചെമ്പരത്തിയും ചെമ്പരത്തി താളിയും അങ്ങനെ കിട്ടാവുന്ന എല്ലാ അല്ലറ ചില്ലറ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ സാധനം സെറ്റാക്കിയിട്ട് ഇതിനിടയ്ക്ക് കുറച്ച് വരാളച്ഛൻ കഴിഞ്ഞ ദിവസം നമുക്ക് വേണ്ടി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അടിപൊളിയായിട്ട് നല്ല ചീമിര തടയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു.